നമസ്കാരം. ആം ആദ്മി പാർട്ടിയിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക് തുടരുന്നു എന്നത് വ്യക്തമാണ്. കൂടുതൽ നേതാക്കൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് അംഗത്വം എടുക്കാൻ സാധ്യതയുണ്ട്. അഴിമതി കേസിൽ കുളിച്ചു നിൽക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ മുഖ്യൻ കെജ്രിവാളിന് ഡൽഹി മുഖ്യമന്ത്രി കസേര എന്ന അധികാരം ഇപ്പോൾ ഇല്ല. ഇടക്കാല ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പദവി എന്ന അധികാരം ഉപയോഗിക്കാനോ ഫയലിൽ ഒപ്പിടാനോ പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ജൂണിൽ പോവേണ്ടതാണ്, തിരിച്ച് തിഹാർ ജയിലിലേക്ക് പോവേണ്ടതാണ്. പക്ഷെ അതെല്ലാം ഒളിപ്പിച്ചും പിൻവാതിൽ കൂടിയുമൊക്കെ കെജ്രിവാൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിയമം ലേശം അറിയാത്ത അദ്ദേഹത്തിന്റെ PA അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി BJP ഓഫീസിൽ പോയത് നമ്മൾ കണ്ടതാണ്. BJP ആണോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്തൊരു നേതാവാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നതെന്നത് കോമഡിയാണ്. എന്തിനോ വേണ്ടി കാണിച്ച ഒരു ഷോ എന്ന് തന്നെ ഇതിനെ പറയാം. ആം ആദ്മിയിൽ നിന്ന് നേതാക്കൾക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലെന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേതാക്കൾ ആം ആദ്മി പാർട്ടി വിടുന്നത്. നിലവിൽ പഞ്ചാബിൽ നിന്നും BJPയിലേക്ക് ഒഴുക്ക് തുടരുകയാണ്. അതിന്റെ ഒരു തെളിവാണ് ആം ആദ്മി പാർട്ടി നേതാവും ജലന്ധർ മുൻ MLAമായ ജഗ്ബീർ സിംഗ് BJPയിലേക്ക് ചേർന്ന് അംഗത്വം എടുത്തത്. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് അംഗത്വം കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആകൃഷ്ടനായാണ് ജഗ്ബീർ സിംഗ് BJPയിലേക്ക് ചേർന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൈകോർക്കാൻ ശ്രമിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് വരാൻ തീരുമാനിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രവൃത്തിയിൽ ദേശസ്നേഹികളായ പാർട്ടി പ്രവർത്തകർ അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. അതവർ പരസ്യമായി തന്നെ പ്രതികരിച്ചതുമാണ്. നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം പഞ്ചാബിൽ ഫലപ്രദമല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവിടെ കെജ്രിവാൾ ഖലിസ്ഥാൻ ഭീകരരുമായി പങ്കൊണ്ട തരത്തിൽ പരാതികൾ ഉയർന്നതുകൊണ്ടാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് NIA അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ ചെയ്തത്. മുതിർന്ന നേതാക്കളുടെ അറസ്റ്റുകൾ ഇനി ഉണ്ടാകാൻ പോകുന്നതേയുള്ളൂ. ആം ആദ്മി പാർട്ടിയിൽ കൂടുതൽ അറസ്റ്റിന് ഇനി ജൂൺ 4 കഴിയുന്നതോടുകൂടി അറസ്റ്റ് ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അറസ്റ്റ് ഉൾപ്പെടെ മദ്യനയ കേസുകൾ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ ED ശ്രമിക്കുകയാണ്. ശിരോമണി അഗർതാളിൽ അംഗമായിരിക്കെ 2007 ജഗ്ബീർ സിംഗ് നിയമസഭയിലെത്തുന്നത്. 2019 പഞ്ചാബ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.